1839 മുതൽ 1937 വരെയുള്ള കാലഘട്ടങ്ങളിൽ അമേരിക്കൻ ഐക്യനാടിൽ ജീവിച്ചിരുന്ന ആ കാലത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരനായി അറിയപ്പെട്ട ആളായിരുന്നു ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ. അമേരിക്കൻ ചരിത്രത്തിൽ മാത്രമല്ല, വിശ്വ ചരിത്രത്തിൽ തന്നെ ഒന്നാമത്തെ കോടീശ്വരനായി രംഗപ്രവേശം ചെയ്ത ഈ മഹാനായ മനുഷ്യൻ ഒരു ചെറിയ ജീവിതം കൊണ്ട് ആരംഭിച്ച് ഒരു വലിയ വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിപനായി തീർന്ന വ്യക്തിയാണ്. 1870 അദ്ദേഹം സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ചാണ് ചിക്കാഗോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രശസ്തമായിരുന്ന സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം. അതുപോലെ തന്നെ റോക്ക്ഫെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന സ്ഥാപനവും അദ്ദേഹം സ്ഥാപിച്ചതാണ്. അപ്പോൾ ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽ അഗ്രഗണ്യനായി എണ്ണപ്പെട്ട ജോൺ ഡി റോക്ക്ഫെല്ലറിന്റെ ജീവിതാന്ത്യത്തെ സംബന്ധിച്ച് പ്രശസ്തനായിരിക്കുന്ന ഒരു ദേവദാസൻ അദ്ദേഹത്തിന്റെ ഒരു ഡിവോഷണൽ ബുക്കിൽ ലോകത്തിൽ ധനം സമ്പാദിച്ചിട്ടും അത് വേണ്ടത്ര നിലയിൽ അനുഭവിക്കുവാൻ കഴിയാത്ത ആളുകളുടെ പട്ടിക പറയുമ്പോൾ ജോൺ ഡി റോക്ക്ഫെല്ലറെയും പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഇൻ ഹിസ് ലാറ്റർ ഡേയ്സ് ഹി നെവർ ലീവ്ഡ് ഇൻ ഹിസ് ഹൗസ്. അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹം ഒരിക്കൽ പോലും സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടില്ല. അതിന്റെ കാരണം അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത് എന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, വിശേഷിച്ച് കള്ളന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആക്രമിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് മിക്കവാറും അദ്ദേഹത്തിന്റെ വില കൂടിയ കാറിൽ അദ്ദേഹം വഴിയരികിൽ എവിടെയെങ്കിലുമോ മറ്റ് റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളിലുമാണ് അദ്ദേഹം പാർത്തു വന്നത്. ഏറ്റവും ഒടുവിലത്തെ നാളുകളിൽ ഈ ഫെഡ് അപ്പോൺ ക്രാക്കേഴ്സ് ആൻഡ് മിൽക്ക് എന്നാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ നാളുകളിൽ അല്പം ബിസ്ക്കറ്റും പാലും മാത്രമായിരുന്നു തന്റെ ആഹാരം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ഉണ്ടായി. ഞാൻ ഇദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞ വാക്കുകളാണ്. ശലോമോൻ സഭാപ്രസംഗിയിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ സൂര്യന് കീഴെ പിന്നെയും ഒരു മായ കണ്ടു. അതിങ്ങനെയാകുന്നു: ഒരു മനുഷ്യൻ തന്റെ സകല പ്രയത്നവും ചെയ്ത് വിശ്രമരഹിതമായി തനിക്ക് ധനം ഉണ്ടാക്കുന്നതും അതൊന്നും അനുഭവിക്കാൻ കഴിയാതെ അവൻ അത് മറ്റൊരുത്തിന് വെച്ചേച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതും തന്നെ. ഇതും ഒരു മായയത്രേ. ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്: ഒരു മനുഷ്യൻ വിശ്രമരഹിതമായി അധ്വാനിച്ച് പണമുണ്ടാക്കുകയാണ്, രാവും പകലും ജോലി ചെയ്യുകയാണ്, ഓവർ ടൈം ചെയ്തും പൈസ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പൈസ ഉണ്ടാക്കിയ ശേഷം അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, മറ്റൊരുത്തൻ അനുഭവിക്കേണ്ടതിന് അത് വെച്ചേച്ച് പോവുകയും ചെയ്യുന്നു. എത്ര ഹതഭാഗ്യത ഉള്ള ജീവിതമാണ്! ലോകത്തിലെ മിക്ക സമ്പന്നന്മാരായ ആളുകളും നല്ല ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്തതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ ഭാഗ്യമില്ലാത്തതായിട്ടുള്ള ആളുകളോ ആകുന്നു. അർത്ഥമില്ലാത്ത ഈ ലോകത്തിലെ അന്തമില്ലാത്ത ആർത്തിയാണ് പലപ്പോഴും ധനസമ്പാദനത്തിനായി അതിന് കവിഞ്ഞ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ വാസ്തവത്തില് ഇതിന്റെയൊക്കെ ആത്യന്തിക ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ മനുഷ്യന് തന്നെ ഭാഗ്യമില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം എന്താണെന്നും ശലോമോൻ ഈ സഭാപ്രസംഗി പറഞ്ഞിട്ടുണ്ട്: യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അതായത് ഒരു മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ നേട്ടം ശതകോടീശ്വരനായി തീരുക എന്നുള്ളതല്ല, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ സ്ഥാപിക്കുക എന്നുള്ളതല്ല. അതെല്ലാം ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളുടെ ഭാഗമായി അനിവാര്യമായ കാര്യങ്ങളാണ്. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവനാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. ഞാൻ നിങ്ങൾ അറിയുന്ന പോലെ ഡോക്ടർ സിംസനാണ് മനുഷ്യനെ മയക്കിയാൽ അവന്റെ ഭൗമ ശരീരത്തിന്മേൽ ഏത് നിലയിലുള്ള ശസ്ത്രക്രിയകളും ചെയ്യാം എന്നുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ സാങ്കേതിക വിദ്യയായ ക്ലോറോഫോം, അതായത് മയക്കുമരുന്ന് കണ്ടുപിടിച്ചത്. മനുഷ്യനെ ക്ലോറോഫോം മണപ്പിച്ച് അവനെ ഉറക്കത്തിലേക്ക് മടക്കിയാൽ അവന്റെ ശരീരത്തിന്മേൽ ഏത് കത്തിപ്രയോഗം ചെയ്യാൻ കഴിയും എന്ന് കണ്ടുപിടിക്കുകയും ആ ശാസ്ത്ര സാങ്കേതികത വൈദ്യശാസ്ത്ര രംഗത്തിന് സംഭാവന ചെയ്യുകയും ചെയ്ത ഡോക്ടർ സിംസൺ. അദ്ദേഹത്തോട് ഒരുപറ്റം ആളുകൾ ഒരിക്കൽ ചോദിച്ചു: വാട്ട് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ഇൻ യുവർ ലൈഫ്? അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ്? ഒരു പക്ഷേ ആ കാലത്തെ വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും മികവുറ്റ സംഭാവന എന്നറിയപ്പെടുന്ന
ക്ലോറോഫോമിന്റെ കണ്ടുപിടുത്തവും അതിന്റെ സംഭാവനയായിരിക്കും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് അദ്ദേഹം പറയും എന്ന് ചിന്തിച്ചാണ് ചില ആളുകൾ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചത്. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞ എങ്ങനെയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം അത് വായിച്ചു കേൾപ്പിച്ചു. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്ലോറോഫോമിന്റെ കണ്ടുപിടുത്തമായിരിക്കാം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് അദ്ദേഹം അവകാശപ്പെടുമെന്ന് ചിന്തിച്ച ആളുകൾക്ക് തെറ്റുപറ്റിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോര എന്റെ സകല പാപങ്ങളെയും കഴുകി എന്നെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള എന്റെ കണ്ടുപിടുത്തമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന്. സഹൃദയരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളൊരു പക്ഷെങ്കിൽ എത്രമാത്രം ജോലി ചെയ്ത് പണമുണ്ടാക്കിയാലും ബാങ്കിൽ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചാലും എത്രമാത്രം വസ്തുവകൾ കൂട്ടിയാലും വലിയ അമ്പരജപികളായി സൗദങ്ങളുടെ ഉടമസ്ഥന്മാരായി മാറ്റപ്പെട്ടാലും ലോകത്തിലെ ധനാഢ്യന്മാർ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലും അതെല്ലാം ഈ മനുഷ്യ ജീവിതം കൊണ്ട് പര്യവസാനിക്കുന്നതാണ്. 70 അല്ലെങ്കിൽ 80 വയസ്സിനപ്പുറത്തേക്ക് ഇതൊന്നും നിലനിൽക്കുകയില്ല. ഇതൊന്നും ശാശ്വതമായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ മരണത്തിനപ്പുറത്ത് മനുഷ്യന്റെ ജീവിതമുണ്ട്. ആ ജീവിതം 2 വ്യത്യസ്ത അന്തങ്ങളിലാണെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒന്ന്, അതിഭയാനകമായ നരകാഗ്നി, അല്ലെങ്കിൽ കെടാത്ത തീയിൽ ചാകാത്ത പുഴു നുരയ്ക്കുന്ന അതിഭയാനകമായിരിക്കുന്ന നരകം. അതാണ് മനുഷ്യന്റെ മരണശേഷമുള്ള ഒരു സ്ഥിതി. 2, ദൈവത്തോടുള്ള നിത്യമായ സന്തോഷമുള്ള വാസം. ഇങ്ങനെ 2 അന്തങ്ങളാണ് മനുഷ്യനുള്ളത്. പാപിയായ മനുഷ്യൻ എത്തിച്ചേരുന്നത് അതിഭയാനകമായ നരകവാരിയിലാണ്. എന്നാൽ നീതിമാനായ വ്യക്തി എത്തിച്ചേരുന്നത് കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷത്തിലേക്കാണ്. എന്നാൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ ഒരു മാർഗമുണ്ട്. അതിന് ദൈവം ചെയ്യുന്ന മാർഗമാണ് തന്റെ ഏകജാതനായ പുത്രന്റെ ചങ്കിലെ ചോര നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവം കാൽവരി ക്രൂശിൽ ഒഴുക്കി എന്നുള്ള വലിയ സത്യം. ഈ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിക്കുമ്പോൾ അവിടുത്തെ തിരുരക്തം ക്രൂശിന്മേൽ അവിടുത്തെ ചൊരിഞ്ഞത് എന്റെ പാപത്തിന്റെ ഭയാനകമായ കറയെ നീക്കുവാനായിരുന്നു, കഴുകുവാനായിരുന്നു എന്ന് എപ്പോൾ ഒരു പാപി മതചിന്തകൾക്ക് അതീതമായി വിശ്വസിച്ച് കർത്താവായ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ, ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തം കൊണ്ട് പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ കറയെ അവന്റെ വിശ്വാസത്താൽ അത് കഴുകുകയും അവനെ ശുദ്ധീകരിക്കുകയും ക്രിസ്തുവിനെ രക്ഷിതാവായി അവന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ കണ്ടുപിടുത്തമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കണ്ടുപിടുത്തം. ഇന്നുവരെയും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ പാപങ്ങൾ കഴുകപ്പെടാത്തവരായി ആരെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പൊന്തിയോസ് പീലാത്തോസ് എന്ന് പറയുന്ന റോമൻ നാടുവാഴിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ന്യായവിസ്താര സഭയായ പ്രിറ്റോറിയത്തിന്റെ മുമ്പാകെ വിയർത്തു കുളിച്ചു നിന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ട് നല്ല സ്വീകാര്യം പ്രാപിച്ചവനായി കഴുമരം സ്വന്തം ചുമന്നുകൊണ്ട് കാൽവരിലെ ഗോൽഗോദായിലേക്ക് നടന്നെടുത്ത് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യേ ഏറ്റവും ക്രൂരമായ നിലയിൽ ക്രൂശിതനായി അരിമത്യയിലെ യോസേഫ് എന്ന് പറയുന്ന മന്ത്രിയുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടിട്ട് 3-ാം ദിവസം ജൈവനായി ഉയർത്തെഴുന്നേറ്റ് 40 നാളുകളിലെ നിരന്തരമായ ശിഷ്യന്മാർക്കും മറ്റനേകർക്കുമുള്ള പ്രത്യക്ഷതയ്ക്ക് ശേഷം സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുക. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ എന്റെ 9-ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽകളിൽ ചൊരിഞ്ഞ രക്തം എന്റെ പാപങ്ങളെ സമ്പൂർണമായി കഴുകിയതായി ഞാൻ വിശ്വസിച്ച് എന്റെ ജീവിതം യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ മരണത്തിനപ്പുറമുള്ള ഭാഗ്യകരമായ പ്രത്യാശയും സുസ്ഥിരമാകുന്ന സുബോധമുള്ളവനായി അചഞ്ചലമായ വിശ്വാസവും സ്ഥിരമായ നിർണയവും ഏറ്റവും സംക്ഷിപ്തമാകുന്ന പ്രത്യാശയുള്ളവനായി ദൈവകൃപയാൽ ജീവിക്കുവാൻ എനിക്കും സാധിക്കും. ഒരളവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിലെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലെ കഷ്ടനഷ്ടങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടും ക്രിസ്തുവിൽ സന്തോഷമായി ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കുന്നത് കർത്താവായ യേശു എന്റെ പാപങ്ങളെ അവിടുത്തെ ചൊരിയപ്പെട്ട രക്തത്താൽ കഴുകി
ശുദ്ധീകരിച്ച് എന്നെ ദൈവമകനാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള എന്റെ നിർണയവും ദൈവന് നൽകുന്ന പ്രത്യാശയുമാണ്. ഈ പ്രത്യാശ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വ്യക്തിഗതമായ വിശ്വാസത്താൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കിൽ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.